ഹലോ പ്രീതി ക്യൂട്ടീസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യലിന് സദ്യ സ്പെഷ്യൽ പഴപ്പായസാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ വീഡിയോ കാണുന്നേക്കാളും മുന്നേ എല്ലാവരും എന്ത് ചെയ്യണം? എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെന്താ വേണ്ടത്? വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പഴപ്പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ എല്ലാവരും ഊട്ടി വാ, നമുക്ക് പഴപ്പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാട്ടാ. അപ്പൊ നമുക്ക് പായസം വെക്കാനായിട്ട് ആദ്യം സ്റ്റൗവിലോട്ട് ചൂട് കട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഫ്രൈ പാൻ എടുത്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഇനി വെള്ളത്തിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് അല്പം നെയ്യാട്ടോ. നെയ്യിനങ്ങനെ ഇത് കൃത്യമായ അളവ് പറയാനായിട്ടൊന്നുമില്ല. ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂണോ നെയ്യ് ചേർക്കാം. നമുക്ക് പഴം വരട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പഴം ഞാനിവിടെ പുഴുങ്ങി അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കത് ഈ വെള്ളത്തിലോട്ട് ഇടാട്ടോ. വെള്ളവും നെയ്യൊക്കെ കൂടി തിളച്ച് വരുന്ന സമയത്ത് ആ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കട്ടകളൊക്കെ അടയുന്ന വിധത്തിൽ വേണ്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പഴം വരട്ടാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴം വേഗം കട്ട ഉടഞ്ഞിട്ട് നല്ല പാകമാവാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് മാത്രമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം കട്ട ഉടയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കട്ടകൾ ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ നെയ്യും വെള്ളവും കൂടിയിട്ട് മിക്സായി വരുന്നതിലേക്ക് പഴം നല്ലപോലെ യോജിപ്പിക്കുക കേട്ടോ. ഇങ്ങനെ ഈ പരിവായി കിട്ടിട്ട് യോജിച്ച് കഴിയുമ്പോൾ ഈ കട്ടകളെല്ലാം ഉടഞ്ഞിട്ട് എല്ലാം നല്ലപോലെ മിക്സായിട്ട് വരും. ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ശർക്കര നീരാട്ടോ. ഞാനിവിടെ 2 വലിയ പഴം പുഴുങ്ങിയതാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ നല്ല പഴുത്ത പഴം വേണം. തൊലി കറുത്ത പഴമായാലും അത്രയും നല്ലത്. അപ്പം നല്ല പഴുത്ത 2 വലിയ പഴം പുഴുങ്ങിയത് ചേർത്ത്. അപ്പോൾ അതിലോട്ട് ചേർക്കേണ്ടത് 250 ഗ്രാം ശർക്കര കേട്ടോ. ശർക്കര ഉരുക്കി അരിപ്പ വെച്ച് അരിച്ച് അതിൻ്റെ കരടൊക്കെ നീക്കം ചെയ്തിട്ടാട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ശർക്കര നീര് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കാം കേട്ടോ. നമ്മൾ നല്ല എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈവിടാണ്ട് ഇളക്കാം. അങ്ങനെ ശർക്കര ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങയുടെ 1-ാം പാല് പിഴിഞ്ഞ് മാറ്റിയിരിക്കണം. എന്നിട്ട് 2-ാം പാല് പിഴിയണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വലിയൊരു തേങ്ങയാണ്. ചെറിയ തേങ്ങയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 തേങ്ങയ്ക്ക് എടുക്കാം. എൻ്റെ നല്ല വലിയ തേങ്ങയായിരുന്നു, അതുകൊണ്ട് ഒരു വലിയ തേങ്ങ ചെറിയത് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിൽ അരച്ച് 1-ാം പാല് പിഴിഞ്ഞ് മാറ്റാം. നമ്മൾ 1-ാം പാല് പിഴിഞ്ഞ് മാറ്റാനായിട്ട് അങ്ങനെ വെള്ളത്തിന് ഒരു കണക്കൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. തേങ്ങ അരയാനായിട്ട് എത്രത്തോളം വെള്ളം ആവശ്യം വരുന്നു അത്രത്തോളം എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ജസ്റ്റ് തേങ്ങ അരയാനായിട്ട് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. നോക്കി ചേർത്തിട്ട് ഉള്ളൂ. ഇനി അത് പിഴിഞ്ഞെടുക്കുക, മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പായസമൊക്കെ തിളച്ച് നല്ല കുറുകിയുണ്ട് കേട്ടോ. നോക്കിയാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കളറൊക്കെ. ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ 2-ാം പാല് ചേർക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം വെള്ളത്തിൽ തേങ്ങ പിഴിഞ്ഞെടുക്കാം കേട്ടോ. തേങ്ങയുടെ പശിമ വല്ലതും ബാക്കിയുണ്ടെന്ന് തോന്നുകയെന്ന് വെച്ചാൽ 2-ാം പാല് പിഴിഞ്ഞ ശേഷം അതിൽ തുള്ളി വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്നും അടിക്കേണ്ട, വെറുതെ കൈ കൊണ്ടൊന്ന് കലക്കിയിട്ട് പിഴിഞ്ഞെടുക്കാം. തേങ്ങയുടെ പശിമ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും പോന്നോളൂ കേട്ടോ. അപ്പോൾ തേങ്ങയുടെ 2-ാം പാലും ചേർത്തിട്ട് ഇനി നല്ലോണം ഇളക്കാം. എത്രത്തോളം ഇളക്കാൻ പറ്റും അത്രത്തോളം ഇളക്കുക, കൈവിടാണ്ട് ഇളക്കുക. ഇനി അത് അടുപ്പത്ത് ഇങ്ങനെ കിടന്ന് തിളച്ച് കുറുകി പാകമാവണം. അതുവരയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. തേങ്ങയുടെ 2-ാം പാല് ചേർത്ത ശേഷം പായസം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും രാധക്കുട്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി ചുക്കും ജീരകം ഏലക്കായും പൊടിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ രാധക്കുട്ടിയാണ് ഇതൊക്കെ ഇടണത്, അവൾക്ക് ഇടണമെന്ന് പറഞ്ഞിട്ടാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് പഞ്ചസാര കേട്ടോ.
2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇത് തികച്ചും ഓപ്ഷനിലാട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാര കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നിറച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ എടുത്താൽ മതി, തികച്ചും ഓപ്ഷനിലാട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തിളച്ച് കുറുകി നല്ല പരിവായിട്ട് പായസം. ഇതിലോട്ട് തേങ്ങയുടെ 1/4 പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പായസം എത്രയാണോ തിക്നെസ് ആവശ്യം ആ തിക്നെസ് ആവണ വരയ്ക്ക് 2/4 പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കുക. അതിന് ശേഷം നമ്മൾ തേങ്ങയുടെ 1/4 പാൽ ചേർക്കുമ്പോൾ ഒന്നെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ നിൽക്കുമ്പോഴേക്കും പാലൊഴിച്ചിട്ട് നല്ലപോലെ ഇളക്കുക. അതല്ല ഇനി പാലൊന്ന് വേവണം, വെന്തില്ലെങ്കിൽ ഇത് കഴിക്കാൻ കൊള്ളില്ല എന്നൊക്കെ തോന്നുന്നത് അനച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഏറ്റവും ലോയിലിട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തള വരാറാകുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തള വരാൻ പോണ പോലെ ഉണ്ട്. ഞാനപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മളത് ഇളക്കാട്ടോ. പിന്നെയും 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ അനുവദിക്കരുത്. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. നമ്മൾ ഏതൊരു പായസം വയ്ക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ അതിൻ്റെ മധുരമൊക്കെ ബാലൻസ് ആവും കേട്ടോ. നല്ലൊരു ടിപ്പാട്ടത്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ട് നോക്കിയേ. അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കോ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ പായസം ചൂട് നല്ല പോലെ പാകമായി വന്നിട്ടുണ്ട്. ആദ്യ കുട്ടിക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പായസം പകർത്താനും ടേസ്റ്റ് വെക്കാനും അല്ലേ? പകർത്തിക്കോ, പകർത്താം. രാവിലെ പായസം ടേസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ആകാംക്ഷയോട് കൂടിയിട്ട് നിൽക്കാട്ടോ. നമുക്ക് ഈ ബൗളിലോട്ട് എടുക്കാം. പായസം നമ്മള് ക്രീമിയായോ? നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം പായസം ഇങ്ങനെ സൂപ്പറായി വരുന്നത്. നല്ല ചൂട്, നെയ്യിൻ്റെ നല്ല മണം വരുന്നത്. മണം നോക്കി, നെയ്യിൻ്റെ മണം ഉണ്ടാ, നെയ്യിൻ്റെ മണം ഉണ്ടാ. എന്തേ ടേസ്റ്റ് ഉണ്ടോ അല്ലേ നമ്മുടെ പായസം? ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. രാധകുട്ടി കഴിച്ചിട്ട് വേഗം തന്നെ പോയി. അവൾക്ക് തേങ്ങാപ്പാലിൽ വയ്ക്കുന്ന പായസം ഒന്നും ഇഷ്ടമല്ല, പാൽ പായസത്തിൻ്റെ ആളാണ്. നല്ല മധുരമുണ്ട്. പ്രഥമനൊക്കെ ആകുമ്പോൾ സാധാരണ നല്ല മധുരം വേണം. മധുരം കുറവ് മതി എന്നുള്ളവർക്ക് ഇതിൽ കുറച്ച് മധുരം എടുത്താൽ മതി കേട്ടോ. ശർക്കരയ്ക്കൊരു 200 ഗ്രാമിന് താഴെ മതി, ഒരു 200 ഗ്രാം മാക്സിമം. ഞാനിപ്പോൾ ഒരു 250-300 അടുത്ത് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. സദ്യക്കൊക്കെ കിട്ടുന്ന പായസം പോലത്തെ കടും മധുരമാവാനായിട്ട്. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം കുറവ് മതിയെങ്കിൽ ഇത്ര മധുരമൊന്നും വേണ്ട, ഒരു 200 അത്ര മതിയാവും ശർക്കര. എനിക്ക് പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തായാലും ഈ പായസം വലിയ ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഈ പാഴപ്രഥമൻ വീട്ടിലുണ്ടാക്കി നോക്കിക്കോളൂ, നല്ല സൂപ്പറായിരിക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു പായസമായിട്ട് നമുക്ക് കാണാം. ഇത് നമ്മുടെ ഓണം സീരീസിൻ്റെ 5ാമത്തെ പായസമാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ എന്തൊക്കെ ഉണ്ടാക്കി? പാലട ഉണ്ടാക്കി, സേമിയ ഉണ്ടാക്കി, ചൗവരി ഉണ്ടാക്കി, ക്യാരറ്റ് ഉണ്ടാക്കി. ഇപ്പം 5ാമത്തെ പായസം നമ്മുടെ പഴപ്രഥമൻ. നമ്മുടെ ഓണം സീരീസ് 10 പായസത്തിൽ 5 കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ അടുത്തതും കൂടി ഇടാം കേട്ടോ. അതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.